ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുവൂസ് കിച്ചൺ. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ക്യാരറ്റൊക്കെ ഉപയോഗിച്ച് ചെയ്തെടുക്കുന്ന ഒരു സ്പെഷ്യൽ ഡെസേർട്ട് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റിയും ഈസിയുമായി ചെയ്തെടുക്കുന്ന ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമ്മളുടെ സ്പെഷ്യൽ ക്യാരറ്റ് ഡെസേർട്ട് റെസിപ്പി ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ള ക്യാരറ്റ് അത്യാവശ്യം വലിയ ക്യാരറ്റ് ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇത്ര വലുപ്പത്തിലുള്ള ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് ആണെങ്കിൽ 3 ക്യാരറ്റ് എടുക്കുക കേട്ടോ. ശേഷം ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ തോലൊക്കെ നന്നായിട്ട് ചീകി കളഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആ ക്യാരറ്റ് അപ്പം ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കട്ട് ചെയ്തെടുത്ത ക്യാരറ്റ് പീസസ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഈ ക്യാരറ്റ് പീസസിനോടൊപ്പം തന്നെ ഒരു 1/4 കപ്പ് ഫ്രഷ് മിൽക്കും കൂടെ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ല പേസ്റ്റായി തന്നെ അരച്ചെടുക്കണേ. അടുത്തതായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നെയ്യ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ക്യാരറ്റ് പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇതിനോടൊപ്പം ഒരു പിഞ്ച് മാത്രം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ആ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ മിക്സ് ഒന്ന് ലൂസായി വരും കേട്ടോ. അപ്പോൾ അതൊന്നും കൂടെ നന്നായിട്ട് ഇളക്കി ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഫ്രഷ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രഷ് മിൽക്കും കൂടി ചേർത്ത് ഈ മിക്സ് നന്നായിട്ട് ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ചെടുക്കാം കേട്ടോ. പാൽ കൂടെ ചേർത്ത് ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് തിളച്ച് പോവണ്ട കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മളിതിലേക്ക് ഒരു 1/2 കപ്പ് റവയാണ് ചേർക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. ഇത് കട്ട കൂടാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് മിക്സാക്കി എടുക്കാൻ. റവ കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഈ ഒരു പരുവത്തിലേക്ക് വരുവേ. അതിലെ വെള്ളമെല്ലാം വറ്റി ഈ ഒരു പാകത്തിലാവും. ഈ സമയത്ത് ഞാനിപ്പം തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്കിത് ചെറിയ ബോൾസ് ആക്കി എടുക്കണം. അതിന് ഒരു കുറച്ച് തണുത്തതിന് ശേഷം വേണം അങ്ങനെ ചെയ്യാൻ. അപ്പം നമ്മളുടെ മിക്സ് കയ്യിൽ നമുക്ക് എടുക്കാവുന്ന ഒരു പാകത്തിൽ ചൂടാറി കഴിയുമ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി മാറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു പാകത്തിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് ആ ബോൾസ് എല്ലാം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണേ. അതിന് ഞാൻ സ്റ്റീം ചെയ്യുന്നൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ആ പാത്രത്തിൽ ഒരല്പം നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ബോൾസ് ഇട്ട് കൊടുക്കുമ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ബോൾസ് എല്ലാം ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ സ്റ്റീം ചെയ്യാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അടുത്തതായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 1/2 ലിറ്റർ ഫ്രഷ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനോടൊപ്പം ഞാനിപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഞാനിനി ഇതിൽ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടൻസ് മിൽക്ക് ചേർക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഇത് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് കണ്ടൻസ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 3 ഏലക്കായ ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഈ പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ബോൾസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ക്യാരറ്റ് ബോൾസ്, ആ ബോൾസ് എല്ലാം ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ക്യാരറ്റ് ബോൾസും അതുപോലെ പാലും മിക്സായി വരുന്ന സമയം കൊണ്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്കും കൂടെ ഒഴിച്ച് ഇത് കട്ടകളില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ.
നമ്മളപ്പോൾ ആ പാലിൻ്റെ മിക്സ് തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാനതിൻ്റെ മൂടിയൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റാർഡിൻ്റെ മിക്സില്ലേ, ആ മിക്സ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ബോൾസ് പൊട്ടിപ്പോകുമൊന്നുമില്ല. ഒരു 1 മിനിറ്റ് മാത്രം ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കുക. കാരണം പിന്നെ അത് തണുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് കുറുകിപ്പോകും കേട്ടോ. ഇതൊരു കറക്റ്റ് പാകമാണ്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനപ്പോൾ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ബോൾസ് റെഡിയാക്കിയപ്പോൾ ഞാൻ കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത് അവിടെ എവിടെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ബദാമും അതുപോലെ തന്നെ പംകിൻ സീഡുമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് പിസ്താഷ്യോ കാഷ്യൂനട്ടോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. എന്താണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു സ്പെഷ്യൽ ഡെസേർട്ട് റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ കുഞ്ഞ് ബൗളിലൊക്കെ ആയിട്ട് ഇതുപോലെ ബോൾസൊക്കെ വെച്ച് സെർവ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുമാണ്. അതുപോലെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡെസേർട്ട് റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുതേ. താങ്ക്